എങ്ങനെ തോന്നിയെടി ഇത്രയും കള്ളങ്ങൾ പറഞ്ഞ് ഞങ്ങളെ എല്ലാവരെയും ഇങ്ങനെ പറ്റിക്കാൻ? ഇറങ്ങി പോടി ഇവിടുന്ന്. നിന്നെ ഇനി ഇവിടെ കണ്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞ് ഗോമതിയും ആനന്ദും ബാലനും എല്ലാവരും കൂടെ ചേർന്ന് ദേവിയെ വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കി വിട്ട് പടിയടയ്ക്കാൻ പോവാണ്. അങ്ങനെ എന്ത് കാണാനാണോ ഇത്രയും നാളായിട്ട് എല്ലാവരും കാത്തിരുന്നത്, അതേ ഒരു ട്രാക്കിലേക്ക് കഥ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു പവർഫുൾ ആയിട്ട് ഒരു പ്രമോ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ സംശയിക്കൊന്നും വേണ്ട, ഇത് സ്വപ്നമോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്സിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പണം മോഷ്ടിച്ചത് ഉദയഭാനു ആണെന്ന് മാത്രമല്ല, ദേവി ഒളിപ്പിച്ചു വെച്ച മറ്റു കള്ളങ്ങളും, അതായത് ആനന്ദിന് അറിയാവുന്ന കള്ളങ്ങളെല്ലാം പുറത്ത് വരാൻ പോവാണ്. ആനന്ദിന്റെ വായി കൊണ്ട് എല്ലാം ബാലനോടും ഗോമതിയോടും ബാക്കിയുള്ളവരോടൊക്കെ വിളിച്ച് പറയാൻ പോവാണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് നോക്കാം. അങ്ങനെ ആദ്യം നമ്മുടെ ഉദയഭാനുവിന് പണത്തിന് കുറച്ച് അത്യാവശ്യം വരികയാണ്. വീട്ടിൽ വാങ്ങിച്ചു വെച്ച അരിയും സാധനങ്ങളും എല്ലാം തീർന്നു. അങ്ങനെ ഇനി വേറെ വാങ്ങിച്ചു വെക്കാൻ പണവും ഇല്ല. അങ്ങനെ ഗോമതി സ്റ്റോഴ്സിലേക്ക് ഒരു പോക്ക് കൂടെ പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് നേരെ ഗോമതി സ്റ്റോഴ്സിലേക്ക് പോകുന്നുണ്ട്. അവിടെ ബാലനും ദേവിയൊന്നും ഇല്ലാത്തൊരു സമയം നോക്കി രാമേട്ടനോടും ആകാശിനോടൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ച് നല്ലവനെ പോലെ അഭിനയിച്ച് ഇങ്ങനെ പതുക്കെ കയറി പോവാണ് കടയിലേക്ക്. അങ്ങനെ പെട്ടെന്ന് കടയിൽ കസ്റ്റമേഴ്സൊക്കെ വരുന്നു. ഇവർ ബിസി ആവുന്നു. രാമേട്ടനും ആകാശും സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാനുള്ള തിരക്കിലൊക്കെ ആവുന്ന സമയം നോക്കി പതുക്കെ ബാലൻ ഇരിക്കുന്ന ആ സീറ്റിലേക്ക് ഇരിക്കുന്നു, ആ ചെയറിലേക്ക് ഇരിക്കുന്നു. എന്നിട്ട് ആ മേശ വലിപ്പിൽ നിന്ന് പതുക്കെ പണം അടിച്ചു മാറ്റുന്നു. ഇതെല്ലാം നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ ആനന്ദ് വെച്ച ആ ക്യാമറയിൽ റെക്കോർഡ് ആവുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരം എല്ലാവരും കടയൊക്കെ അടിച്ച് വീട്ടിലെത്തുന്നു. ദേവി പതിവ് പോലെ കണക്കുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോക്കുമ്പോൾ ഒരു 5000 രൂപയോ മറ്റോ കുറയുന്നുണ്ട്. അങ്ങനെ ദേവി കണ്ട ഉടനെ ഒന്ന് പേടിക്കുകയാണ്. അയ്യോ, ഇനിയിപ്പോൾ പണം കുറവാണെന്നോ മറ്റോ അച്ഛനോട് പറഞ്ഞ അന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടാണല്ലോ മാമൻ പുറത്തേക്ക് പോയത്. അപ്പോൾ അതുപോലെ അച്ഛൻ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നൊക്കെ വിചാരിച്ച് ദേവി കുറച്ചിങ്ങനെ പേടിക്കുകയാണ് കേട്ടോ. പക്ഷേ ഇതൊന്നും പറയാതിരിക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ എന്താ വേണ്ടതെന്ന് ആലോചിച്ച് ദേവി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ബാലൻ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് എന്തായി മോളെ, കണക്കൊക്കെ ശരിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നോക്കുക അച്ഛാ എന്നൊക്കെ ദേവി ഇങ്ങനെ പറയുമ്പോൾ ബാലൻ എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് ബുക്ക് വാങ്ങിച്ചു നോക്കുന്നു. അങ്ങനെ ബാലൻ കാണുകയാണ് ഈ 5000 രൂപ കുറവുള്ള കാര്യം. അങ്ങനെ ഉടനെ ബാലൻ വലിയ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇത്ര കാലമായിട്ട് കടയിലില്ലാത്ത പ്രശ്നങ്ങളാണല്ലോ ഇപ്പൊ കുറച്ചായിട്ട് തുടങ്ങിയിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് പണം കാണാതെ ആവുന്നുണ്ടല്ലോ. ഇതൊക്കെ ആരാ ഈ പണം അടിച്ചു മാറ്റുന്നത് എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഗോമതി വന്ന് പറയുന്നുണ്ട്, അന്ന് കുറച്ച് പണം കാണാതായപ്പോൾ എൻ്റെ അനിയനെ സംശയിച്ചില്ലേ? ബാലേട്ടൻ ഇതേക്കുറിച്ച് അവനോട് ചോദിച്ചത് കൊണ്ടല്ലേ അവൻ അന്ന് വിഷമിച്ചിറങ്ങി പോയത്. ഇപ്പൊ എന്തായി? ഇപ്പൊ അവൻ കടയിലില്ലല്ലോ. ഇപ്പൊ എങ്ങനെയാ പണം മോഷണം പോയത്? ഇപ്പോഴും ധർമ്മൻ എടുത്തോന്ന് ബാലേട്ട പറയോ എന്നൊക്കെ പറഞ്ഞ് ഗോമതി ചോദിക്കുന്നുണ്ട്. എൻ്റെ ഗോമതി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ധർമ്മൻ എടുത്തതല്ലാതെ എനിക്ക് അപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷെ പണം എവിടെ പോയി എന്നാണ് എനിക്ക് അറിയേണ്ടത്. ആരാണ് പതിവായിട്ട് കടയിൽ നിന്ന് പണം എടുക്കുന്നത്? അതാണ് എനിക്ക് പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മീനുവിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് മോളെ മീനു, ആകാശ് എന്തെങ്കിലും പണം വീട്ടിലേക്ക് കൊണ്ടുവന്നതായിട്ട് മോൾക്ക് അറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മീനുവിന് ഒരുപാട് വിഷമമാവുന്നുണ്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇങ്ങനെ ചോദിക്കുമ്പോൾ. അപ്പോൾ മീനു ഇങ്ങനെ, ഇല്ലച്ചാ, ആകാശിന്റെ കയ്യിൽ പണമൊന്നുമില്ല, അതെനിക്ക് ഉറപ്പാ. പിന്നെ കടയിൽ നിന്നൊന്നും ആകാശ് പണം എടുക്കില്ല അച്ഛാ. അങ്ങനെയുള്ള ആളല്ല ആകാശ് എന്ന് അച്ഛൻ അറിയുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് മീനു നല്ല രീതിക്ക് ആകാശിനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ ഉടനെ ബാലന് കുറ്റബോധം തോന്നുന്നുണ്ട്. എന്നിട്ട് പറയാണ്, അല്ല മോളെ, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ, അത് വിട്ടേക്ക്. ഇനിയിപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു എന്ന് ആകാശിനോട് പറയൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാച്ചാ, ഞാൻ പറയില്ല. പക്ഷേ പണം എവിടെ പോയതാണെന്ന് നമുക്ക് അറിയണ്ടേ? അതിനായിട്ട് കടയിൽ ഒരു CCTV ക്യാമറ വെക്കുന്നത് നല്ലതാച്ചാ എന്നൊക്കെ മീനു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് കുറെ പണമായല്ലോ പോകുന്നു. എവിടെയാ പോകുന്നത്, ആരാ എടുക്കുന്നതെന്നൊക്കെ അറിയണ്ടേ? എടുക്കുന്നവർക്ക് ഒരു ഭയവും വരണ്ടേ? അതിനൊരു ക്യാമറ അത്യാവശ്യം അങ്കിളെ എന്നൊക്കെ മിത്രയും പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട് എന്നൊക്കെ ബാലൻ ഇങ്ങനെ പറയണം. അപ്പോൾ ഇതേ സമയം നമ്മുടെ ദേവി അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് കൂട്ടുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അച്ഛനെങ്ങാനും വന്ന് എടുത്തു കാണുമോ? അല്ലാതെ ഇത്ര നാളില്ലാതെ കടയിൽ നിന്ന് ഇപ്പം മാത്രം മോഷണം പോകാൻ വേറെ ഒരു വഴിയില്ല. അച്ഛനാണെങ്കിൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കടയിൽ വരുന്നുമുണ്ട്. അപ്പോൾ പിന്നെ ഇനിയെങ്ങാനും അച്ഛനെങ്ങാനും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ അവസാനം ഗോമതി ബാലനോട് പറയണം, മതി ബാലേട്ടാ, ഇനിയിപ്പോൾ അത് തന്നെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? ക്യാമറ എത്രയും പെട്ടെന്ന് ഫിറ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ കാര്യങ്ങൾ അറിയാലോ എന്താ സംഭവിക്കുന്നതെന്ന് എന്നൊക്കെ ഗോമതി പറയുമ്പോൾ ശരി ഗോമതി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ റെഡി ആവുകയാണ്. അങ്ങനെ അതേസമയം നമ്മുടെ ആനന്ദ് കുളിച്ച് ഫ്രഷായി ഫ്രീ ആവുന്നു. അങ്ങനെ പതുക്കെ ഇനി ക്യാമറയിൽ വല്ലതും പതിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് നോക്കുകയാണ്. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച ആനന്ദ് കാണുന്നത് കേട്ടോ. എന്തിനാണോ ആനന്ദ് കാത്തിരുന്നത്, എന്താണോ ആനന്ദ് പ്രതീക്ഷിച്ചിരുന്നത്, ആ ഒരു വീഡിയോ തന്നെ ഫോണിൽ കാണുകയാണ്. എന്താണെന്ന് വെച്ചാൽ കടയിൽ നിന്ന് പണം ഈ ഉദയഭാനു വന്ന് മോഷ്ടിക്കുന്നതായിട്ട്. അതും ആകാശും രാമേട്ടനൊക്കെ കടയിലുള്ള സമയത്ത് അവർ കാണാതെ പതിയെ കള്ളനെ പോലെ വന്ന് പതുക്കെ പണം എടുത്തിട്ട് പോക്കറ്റിലിട്ട് മുങ്ങുന്നതും എല്ലാം ആ ക്യാമറയിൽ വ്യക്തമായിട്ട് റെക്കോർഡായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് ആനന്ദ് ഇങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ആ സമയത്ത് നമ്മുടെ ദേവി കണക്കൊക്കെ നോക്കിക്കഴിഞ്ഞ് അകത്തേക്ക് വരുന്നുണ്ട്. എന്നാലും ആ പണം എവിടെ പോയതായിരിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ ബെഡിൽ വന്നിരുന്ന് ആലോചിക്കുകയാണ് ദേവി. അപ്പോൾ നമ്മുടെ ആനന്ദ് ദേവിയോട് ചോദിക്കുകയാണ്, എന്തായി, കണക്കൊക്കെ നോക്കിക്കഴിഞ്ഞോ ചോദിക്കുമ്പോൾ നോക്കി ആനന്ദേട്ടാ. പക്ഷേ എന്ന് പറയുമ്പോൾ എന്ത് പക്ഷേ, പണം കുറയുന്നുണ്ടല്ലേ എന്ന് ആനന്ദ് ചോദിക്കുമ്പോൾ അതെ ആനന്ദേട്ടാ, 5000 രൂപ കുറയുന്നുണ്ട്.
ആരാ കടയിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് പണം മോഷ്ടിക്കുന്നതെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ഞാൻ തന്നെ മറന്ന് എവിടെയെങ്കിലും വെക്കുകയാണോ എന്നും അറിയില്ല. എനിക്ക് ആകെ വല്ലാതെ ആയിട്ട് വയ്യ എന്നൊക്കെ പറയുമ്പോൾ പണം എവിടെ പോയെന്ന് നിനക്കറിയണം. അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ കാണിച്ചു തരാമല്ലോ. എൻ്റെ ഫോണിൽ അത് ക്ലിയർ ആയിട്ട് റെക്കോർഡ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആനന്ദ് ആ വീഡിയോ ഇങ്ങനെ ദേവിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ദേവി അത് കണ്ട് ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ സംശയിച്ചതൊന്നും തെറ്റായില്ല. അച്ഛൻ തന്നെയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് കടയിൽ വന്ന് പണം എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേവി ഇങ്ങനെ മനസ്സിലാലോചിച്ചിട്ട് അയ്യോ എന്ന് പറഞ്ഞ് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ആനന്ദ് കുറെ പൊട്ടിത്തെറിക്കുന്നുണ്ട് ദേവിയോട്. സത്യം പറയടി, ഇതൊക്കെ നീ കൂടെ അറിഞ്ഞിട്ടല്ലേ? നീ അയാൾക്ക് അവസരം ഒരുക്കി കൊടുക്കായിരുന്നില്ലേ? അതിനായിരുന്നു എൻ്റെ അച്ഛനെ അതും ഇതൊക്കെ പറഞ്ഞ് പറ്റിച്ച് നീ കടയിലേക്ക് ജോലിക്ക് പോയതല്ലേ? നീ അവിടെ ജോലിക്ക് പോയി കടയിൽ വരുന്ന വരുമാനം മുഴുവൻ നീ കൈകാര്യം ചെയ്യണം. അതിലൂടെ നിന്റെ അച്ഛൻ പണം മോഷ്ടിച്ച് നിന്റെ കുടുംബം സുരക്ഷിതമാകണം. ഞങ്ങളുടെ കടയിൽ നിന്ന് പണം മോഷ്ടിച്ചിട്ട് അല്ലേടി എന്നൊക്കെ പറഞ്ഞു ആനന്ദ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ അയ്യോ ആനന്ദേട്ടാ, സത്യമായിട്ട് ഇതൊന്നും ഞാൻ അറിഞ്ഞതല്ല. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഇതിനൊന്നും സമ്മതിക്കില്ലായിരുന്നു. അച്ഛനെ ഞാൻ കടയിലേക്ക് ഏറ്റവും പോലും ഇല്ലായിരുന്നു. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ആനന്ദേട്ടാ എന്നൊക്കെ ദേവി കുറെ കരഞ്ഞ് പറയുന്നുണ്ട്. ഇല്ല, ഇനി എന്തായാലും നിന്നോട് ക്ഷമിക്കാൻ കഴിയില്ല. നീ അത്ര വലിയ തെറ്റാ എന്നോടും എൻ്റെ കുടുംബത്തോടും എൻ്റെ അച്ഛനോടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ ഇനിയും കണ്ണടച്ചാൽ അത് ഞാൻ എൻ്റെ കുടുംബത്തോടും എൻ്റെ അച്ഛനോടൊക്കെ ഞാൻ ചെയ്യുന്ന തെറ്റായിട്ട് മാറും. അത്രയും വലിയൊരു പാപം ചെയ്യാൻ എനിക്ക് വയ്യ. ഇനി ഇതൊന്നും ഒളിപ്പിച്ചു വെക്കാനുള്ള ശക്തി എൻ്റെ മനസ്സിനില്ല എന്നൊക്കെ പറഞ്ഞ് ആനന്ദ് ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് നമ്മുടെ ബാലനും ഗോമതിയൊക്കെ വന്ന് ഡോറ് തട്ടുകയാണ് കേട്ടോ. ആനന്ദേ, എന്താ അവിടെ പ്രശ്നം? മോളെ ദേവി, എന്താ പ്രശ്നം? നിങ്ങൾ തമ്മിൽ വഴക്കാണോ? ഡോറ് തുറന്നേ എന്നൊക്കെ പറഞ്ഞ് ഇവർ ചോദിക്കുമ്പോൾ ആനന്ദ് ഇങ്ങനെ തുറക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ ദേവി ആനന്ദേട്ടാ പ്ലീസ് ആനന്ദേട്ടാ ഒന്നും പറയല്ലേ ആനന്ദേട്ടാ എന്നൊക്കെ പറഞ്ഞ് കെഞ്ചുവാണ്. അങ്ങനെ മാറി നിൽക്കടി അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് ആനന്ദ് ഡോറ് തുറക്കുന്നു. അങ്ങനെ പുറത്തേക്ക് പോയി ആനന്ദ് ആകെ വല്ലാതെ നിൽക്കുന്നതൊക്കെ കണ്ട് ബാലനും കോമതിയും എന്താ നിങ്ങൾ തമ്മിൽ പ്രശ്നം? കുറേ നാളായല്ലോ ഞങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നു. കുഞ്ഞ് നഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ വേദനയായിരിക്കും. നിങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ച് ചോദിക്കാതെ ഇരിക്കുകയായിരുന്നു ഞങ്ങളെല്ലാവരും. പക്ഷേ ഇനി അത് പറ്റില്ല. എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? എനിക്കിപ്പോൾ അറിയണം എന്നൊക്കെ പറഞ്ഞ് ബാലനും ഗോമതിയൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ മീനും ഇത്രയും ചോദിക്കുന്നുണ്ട്. അതെ, ഞങ്ങൾ ചോദിക്കാനിരിക്കുകയായിരുന്നു, എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ മാറി മാറി ചോദിക്കുമ്പോൾ ആനന്ദ് പറയാണ്, ഞാൻ പറയാം, എല്ലാം ഞാൻ പറയാം. അച്ഛാ, കടയിൽ നിന്ന് പണം മോഷണം പോയില്ലേ, അതാരാ എടുത്തതെന്ന് അച്ഛൻ ഇപ്പോഴും അറിയില്ല എന്നല്ലേ പറഞ്ഞത്? പക്ഷെ എനിക്കറിയാം അച്ഛാ, എൻ്റെ ഫോണിലുണ്ട് എല്ലാ തെളിവുകളും വീഡിയോ രൂപത്തിൽ എൻ്റെ കയ്യിലുണ്ട്. അച്ഛന് ഞാൻ ഇന്ന് തെളിയിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ആനന്ദ് ഇങ്ങനെ എന്തൊക്കെയോ പറയുമ്പോൾ നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? പണം എടുത്തത് നീയാണോ? നീ എന്തെങ്കിലും ആവശ്യത്തിന് കടയിൽ വന്ന് എടുത്തതാണോ? ആണെങ്കിൽ പറയടാ, ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ബാലൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛാ, ഞാനല്ല പണം എടുത്തത്. ആരെ പണം എടുത്തതെന്ന് അറിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഞെട്ടും. പറയണോ ഞാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ എടാ മോനെ പറയടാ, ആരാ പണം എടുത്തത് എന്ന് ഗോമതി ചോദിക്കുകയാണ്. അങ്ങനെ ആനന്ദ് ഇങ്ങനെ വിളിച്ച് പറയാണ്, ഇവളുടെ അച്ഛൻ ഉദയഭാനുവാണ് പണം എടുത്തത് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ എല്ലാവരും ഷോക്കായി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗോമതി നേരെ വന്ന് ആനന്ദിൻ്റെ മുഖത്ത് ഒരു അടി കൊടുത്ത ശേഷം ആരെക്കുറിച്ചാണ് പറയുന്നത്, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നീ ആരെയാ നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ ആലോചിച്ച് വേണം ഓരോ വാക്കുകളും പറയാൻ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അമ്മയെ ഞാൻ എന്തിനാ മനഃപൂർവ്വം മറ്റുള്ളവരെ നാണം കെടുത്തുന്നത്? ഞാൻ പറയുന്നതെല്ലാം സത്യമാണെന്നൊക്കെ പറയുമ്പോൾ ഗോമതിയും ബാലനും ഒന്നും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഗോമതി ആനന്ദിനെ കുറെ വഴക്ക് പറയാണ്. പാവം ദേവിമോള് അവളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊന്നും പറയല്ലേടാ, ആ കുഞ്ഞിനെ വേദനിപ്പിക്കല്ലേടാ എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ ബാലൻ ഒന്നിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. ഉദയഭാനുവാണ് പണം എടുത്തതെന്നോ? എന്തിനാ ഉദയഭാനു പണം എടുക്കുന്നത് എന്നൊക്കെ അതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. അങ്ങനെ അതേസമയം മീനുവിനും ഇത്രയ്ക്കൊന്നും ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവരൊക്കെ ആനന്ദിനോട് പറയുന്നുണ്ട്, ആനന്ദേട്ടൻ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. നമ്മുടെ വീട്ടിലെ ഒരാളെയാണ് ആനന്ദേട്ടൻ സംശയിക്കുന്നതെങ്കിൽ അതിലും ഇത്രയും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ദേവിയെടുത്തയുടെ അച്ഛനെ ആനന്ദേട്ടൻ സംശയിക്കരുതായിരുന്നു. ഒന്നില്ലെങ്കിലും നമ്മളൊക്കെ ഇത്രയും അധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരാളല്ലേ ഉദയഭാനു അങ്കിള് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുമ്പോൾ അയ്യോ, ഞാൻ പറയുന്നത് സത്യമാ. അയാളെ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. അയാൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് പോലെ ഒരു കോടീശ്വരനോ പണക്കാരനോ ഒന്നും അല്ല. കാശിന് വകയില്ലാത്ത ഒരു തെണ്ടിയാണ് ഉദയഭാനു, ഇവളുടെ അച്ഛൻ. അയാൾക്ക് മകളെ കല്യാണം കഴിപ്പിച്ച് വിടാൻ വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് കുറെ കള്ളങ്ങൾ പറഞ്ഞ് നമ്മളെ പറ്റിച്ചാണച്ചാ ഇവിടെ എനിക്ക് കല്യാണം കഴിപ്പിച്ച് അയച്ചത്. മറ്റുള്ളവരെ പറ്റിച്ചും മോഷ്ടിച്ചും തട്ടിച്ചും വെട്ടിച്ചൊക്കെ ജീവിക്കുന്ന ഒരു ഫ്രോഡ്, ഒരു കള്ളനാണച്ചാ ആ ഉദയഭാനു എന്നൊക്കെ പറയുമ്പോൾ ബാലൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ മുമ്പൊരിക്കൽ എനിക്ക് സംശയം തോന്നിയത് ശരിയായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആനന്ദിൻ്റെ തോന്നലാണോ ആനന്ദ് പറയുന്നത്? അന്ന് ഞാൻ തെറ്റിദ്ധരിച്ച പോലെ ഇന്നിപ്പോൾ ആനന്ദ് എന്തെങ്കിലും കണ്ട് തെറ്റിദ്ധരിച്ചതാണോ എന്നൊക്കെ വിചാരിച്ച് ബാലൻ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഗോമതി വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തെളിവായിട്ട് ആ വീഡിയോ ആനന്ദ് കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ വേണമെങ്കിൽ തെളിയിച്ചു തരാം, എൻ്റെ കയ്യിൽ തെളിവുണ്ട്, അത് കണ്ടാൽ നിങ്ങൾ എല്ലാവരും വിശ്വസിക്കും എന്നൊക്കെ പറഞ്ഞ് ആ വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുകയാണ്. അപ്പോഴൊക്കെ ദേവി ഇങ്ങനെ പോയി എല്ലാം നശിച്ചു. എൻ്റെ അവസാനത്തെ ദിവസമായിരിക്കും ഈ വീട്ടിൽ നിന്ന്. ആനന്ദേട്ടൻ്റെ ജീവിതത്തിലും ഞാനിനി ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. പറയുന്നതൊക്കെ പറയട്ടെ, എല്ലാവരും അറിയട്ടെ, ഇതോടുകൂടി മനസ്സിൽ ആ ഭാരം അങ്ങോട്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ദേവി ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് നിൽക്കണം, ഒന്നും പറയുന്നില്ല. അപ്പോൾ അതിനിടയ്ക്ക് ഗോമതിയും മീനും ഇത്രയൊക്കെ ദേവിയോട് ചോദിക്കുന്നുണ്ട്, ദേവിയെടുത്ത്
സത്യം എന്താ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്, എന്തെങ്കിലും പറയുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴൊക്കെ ദേവി കരഞ്ഞുകൊണ്ട് മിണ്ടാതെ നിൽക്കണം, ഒന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെ അവസാനം വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോഴാണ് ബാലനും ഗോമതിക്കൊക്കെ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുന്നത്. അങ്ങനെ എല്ലാവരും ഞെട്ടി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഇവരെല്ലാവരും വല്ലാതെ ബഹുമാനിച്ചുകൊണ്ടിരുന്ന ഉദയഭാനു സാറ് ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ എന്താ മോനെ ഇതെല്ലാം, ഉദയഭാനു സാറ് എന്തിനാ ഇവിടെ വന്ന് പണം മോഷ്ടിക്കുന്നത്, അതും നമ്മുടെ കടയിൽ വന്ന്, ഇനിയിപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് സാറ് എടുത്തതാണോ, മോഷ്ടിച്ചു എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയെ അല്ല, എനിക്കറിയാവുന്ന കുറേ സത്യങ്ങളുണ്ട് അമ്മേ, അത് നിങ്ങൾക്ക് ആർക്കും അറിയില്ല, ഇത്ര നാളായിട്ട് എൻ്റെ മനസ്സിൽ പൂട്ടി വെച്ചിരിക്കുകയായിരുന്നു ഞാൻ അതെല്ലാം എന്നൊക്കെ പറഞ്ഞ് ആനന്ദ് ദേവിയെക്കുറിച്ചും ദേവിയുടെ കുടുംബത്തെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും ബാലനോടും ഗോമതിയോടും മീനുവും ഇത്ര എല്ലാവരും കേൾക്കുക എല്ലാം വിളിച്ച് പറയാണ് കേട്ടോ. അവസാനം ദേവി വീട് വിട്ട് ഇറങ്ങാനും പോകുന്നുണ്ട്. അങ്ങനെ ബാക്കി എന്തൊക്കെയാണ് സംഭവിക്കുക അടുത്ത വീഡിയോയിൽ നോക്കാം കേട്ടോ. താങ്ക് യു, ബൈ.